ലോക ഫുട്ബോളിലെ ഒരു ചരിത്ര പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം. നാളെ ഇന്ത്യൻ സമയം പുലർച്ചെ 12:30 മത്സരം തുടങ്ങുന്നത്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിലാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. രണ്ട് തലമുറകൾ തമ്മിലുള്ള പോരാട്ടം എന്നുകൂടി ഈ മത്സരത്തെ വിശേഷിപ്പിക്കും. തന്റെ അവസാന ലോകകപ്പ് മത്സരം കളിക്കുന്ന 39-കാരനായ ലയണൽ മെസ്സി അർജന്റീനക്കായി നിലകൊള്ളുമ്പോൾ അപ്പുറത്ത് ഫുട്ബോളിലെ അടുത്ത സൂപ്പർ താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 19-കാരൻ ലാമിൻ യമാലാണ് നിൽക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും യൂറോ ചാമ്പ്യന്മാരും ലോകകപ്പ് ഫൈനലിൽ നേർക്കുനേർ പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സി മറ്റൊരു ലോകകപ്പ് ട്രോഫിയോടെ തന്റെ കരിയർ അവസാനിപ്പിക്കുമോ, അല്ലെങ്കിൽ 16 വർഷത്തിന് ശേഷം യമാൽ സ്പെയിനിനെ വീണ്ടും ലോക ചാമ്പ്യന്മാരാക്കുമോ എന്ന് കാണാൻ ലോകം കാത്തിരിക്കുകയാണ്. അർജന്റീനയെ കോപ്പ അമേരിക്ക ലോകകപ്പ് കിരീടങ്ങളിലേക്ക് നയിച്ച ആളാണ് ലയണൽ മെസ്സി. ഇപ്പോൾ തുടർച്ചയായ രണ്ടാം ലോകകപ്പ് നേടി ചരിത്രം കുറിക്കാനുള്ള ഒരു അവസരമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. എന്നാൽ തന്റെ ആദ്യ ലോകകപ്പിൽ തന്നെ സ്വപ്നതുല്യമായ ഒരു കിരീട നേട്ടം കൈവരിക്കാനുള്ള അവസരമാണ് യമാലിനെ കാത്തിരിക്കുന്നത്. സൗദി അറേബ്യ 4-0, ഉറുഗ്വേ 1-0, ഓസ്ട്രിയ 3-0 പരാജയപ്പെടുത്തിയ ശേഷം സ്പെയിൻ, പോർച്ചുഗൽ, ബെൽജിയം തുടങ്ങിയ ശക്തരായ ടീമുകളെ നോക്കൌട്ടുകളിലും ഫ്രാൻസിനെ സെമി ഫൈനലിലും പരാജയപ്പെടുത്തിയാണ് കലാശപ്പോരിലെത്തിയത്. അർജന്റീനയാണെങ്കിൽ കേപ്പ് വെർദേക്കെതിരെ എക്സ്ട്രാ ടൈമിലാണ് വിജയിച്ചത്. ഈജിപ്തിനെതിരെ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്നതിന് ശേഷമാണ് തിരിച്ചുവരവ് നടത്തിയത്. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെതിരെയും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയും സമാനമായ രീതിയിൽ വലിയ തിരിച്ചുവരവ് നടത്തിയാണ് അർജന്റീന അവരുടെ വിജയയാത്ര തുടരുന്നത്. ലയണൽ മെസ്സി നയിക്കുന്ന ടീം ട്രോഫി നേടുന്നതിൽ വിജയിച്ചാൽ 1962 ശേഷം തുടർച്ചയായി 2 ലോകകപ്പുകൾ നേടുന്ന ആദ്യ ടീമായി അർജന്റീന മാറും. എന്നാൽ അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ സ്പെയിനാണ് മുൻതൂക്കം. ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ അവസാന 4 മത്സരങ്ങളിൽ 3-ലും ജയിച്ചത് സ്പെയിനാണ്. 2018 നടന്ന ഇവരുടെ അവസാന മത്സരത്തിൽ 1-നെതിരെ 6 ഗോളുകൾക്കാണ് സ്പെയിൻ അർജന്റീനയെ തകർത്തത്. ഇതിനിടെ 3-ാം സ്ഥാനത്തിനായുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസിനെ 4-നെതിരെ 6 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് തോൽപ്പിച്ചിരുന്നു. ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായ 4 ഗോളിന് മുന്നിലായിരുന്ന ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം പകുതിയിൽ ഫ്രാൻസ് തിരിച്ചു വന്നെങ്കിലും 2 ഗോളുകൾ കൂടി നേടി ഇംഗ്ലണ്ട് വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഈ മത്സരത്തിലെ ഇരട്ട ഗോളോടെ എംബാപ്പെ ഈ ലോകകപ്പിൽ 10 ഗോൾ തികച്ചു. ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മെസ്സിയെ പിന്നിലാക്കുകയും ചെയ്തു. എംബാപ്പയ്ക്ക് 10 ഗോളും 4 അസിസ്റ്റുമാണുള്ളത്. മെസ്സിക്ക് 8 ഗോളും 4 അസിസ്റ്റും. എന്നാൽ ഈ മത്സരത്തിന് മുന്നേയുള്ള വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്കോ ഇംഗ്ലണ്ടിനോ ഇങ്ങനെയൊരു മത്സരം കളിക്കാൻ താല്പര്യമില്ലെന്നാണ് ഫ്രാൻസിന്റെ കോച്ച് ദിദിയർ ദഷാംസ് പറഞ്ഞത്. ഇതേറെ പ്രാധാന്യം കുറഞ്ഞൊരു മത്സരമാണ്. ഇംഗ്ലണ്ടിനോ ഞങ്ങൾക്കോ ഈ മത്സരം കളിക്കാൻ ഒട്ടും താല്പര്യമില്ല. അതേസമയം രാജ്യത്തിന്റെ ജേഴ്സി അണിയുമ്പോൾ ഈ ലോകകപ്പിൽ 3-ാം സ്ഥാനക്കാരായി മടങ്ങണം എന്നാണ് ഫ്രാൻസിന്റെ കോച്ച് ദിദിയർ ദഷാംസ് പറഞ്ഞത്. ഈ ലൂസേഴ്സ് ഫൈനൽ എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് എടുക്കാൻ വേണ്ടി മാത്രം നടന്ന ഒരു കളി പോലെയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. ഇരു ടീമുകളും ഡിഫൻസിൽ ശ്രദ്ധിക്കാതെ ആക്രമണം മാത്രം നടത്തിയ ഒരു മത്സരമായിരുന്നു. ഇനി ഗോൾഡൻ ബൂട്ട് നേടണമെങ്കിൽ മെസ്സിക്ക് 2 ഗോളും 1 അസിസ്റ്റുമെങ്കിലും വേണ്ടിവരും. പ്രതിരോധം ശക്തമായ സ്പെയിനുമായി കളിക്കുമ്പോൾ അതിന് സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഗോൾഡൻ ബൂട്ട് നേടിയില്ലെങ്കിലും ഇത് മെസ്സിയുടെ വേൾഡ് കപ്പായി തന്നെ അറിയപ്പെടും. ഓരോ മത്സരത്തിലും പിന്നിട്ട് നിന്ന ശേഷം തിരിച്ചു വന്ന് വിജയിക്കുമ്പോൾ അതിനായി മെസ്സി നൽകിയ കോൺട്രിബ്യൂഷൻ മതി ഈ ലോകകപ്പിനെ അവിസ്മരണീയമാക്കാൻ. എംബാപ്പെ ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ ആണെങ്കിൽ മെസ്സി അറ്റാക്കിംഗ് പ്ലേ മേക്കറാണ്. എന്നിട്ടും എംബാപ്പയോട് ഗോളിന്റെ എണ്ണത്തിൽ മത്സരിച്ച് നിൽക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്കുള്ള തെളിവാണ്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥനയും പുലർച്ചെ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ സമയക്രമവും കണക്കിലെടുത്താണ് അവധി നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്.